തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗോലുവിന്റെ പ്രവർത്തനം തള്ളാതെ ഷാഫി പറമ്പിൽ. എഐസിസിക്ക് അസിസ്റ്റൻസാണ് കനഗോലു നൽകുന്നത്. LDF സർക്കാർ പൂർണ്ണമായും PR മാത്രമായി മാറിയെന്നും ഷാഫി പറമ്പിൽ വിമർശിച്ചു. മുഖ്യമന്ത്രിയെ മോഹൻലാൽ ഇന്റർവ്യൂ ചെയ്തതിനെ ഷാഫി പറമ്പിൽ പരിഹസിച്ചു. ആര് ഇന്റർവ്യൂ ചെയ്താലും സർക്കാരിനെ രക്ഷിക്കാനാകില്ല എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. കനഗോലു പ്രത്യേകിച്ച് പരീക്ഷണമൊന്നും ഇവിടെ നടത്തുന്നില്ല. കോൺഗ്രസ് പാർട്ടി ഏൽപ്പിച്ച ജോലിയാണ് ചെയ്യുക. ഇവിടുത്തെ ജനങ്ങളിൽ നിന്നും കിട്ടുന്ന പൾസും പാർട്ടി ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങളും ചെയ്യാനുള്ള കാര്യങ്ങളും പാർട്ടിയും UDF-ഉം ആലോചിച്ചു തന്നെ തീരുമാനിക്കും. അല്ലാതെ ഇതിനെല്ലാം മേലെ ഞങ്ങൾ ആരെയെങ്കിലും സ്ഥാപിച്ചിട്ട് അവരെന്താ പറയുന്നത് എന്ന് നോക്കിയിരിക്കലല്ല, പ്രവർത്തനം നടത്തുകയാണ്. ഇവിടെ മറ്റൊരു സംവിധാനം പൂർണ്ണമായും PR മാത്രമായി മാറുന്നത് നമ്മൾ കാണുന്നില്ലേ? കിഫ്ബി പോലും ഒരു PR പ്രവർത്തനമായിട്ട് മാറുകയല്ലേ? 100-100 കോടി രൂപ കിഫ്ബിയിൽ നിന്നും പരസ്യത്തിനായി എടുത്തു കൊടുക്കുകയല്ലേ? 9.5% പലിശയ്ക്കൊക്കെ പൈസ എടുത്തിട്ട് അതിനെ പരസ്യത്തിന് ചിലവാക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നു. മുഖ്യമന്ത്രിയെ മോഹൻലാൽ അഭിമുഖം നടത്തിയതിനെ കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു. ഒരു കാര്യം പറയാം, ആര് ഇന്റർവ്യൂ ചെയ്താലും ഇത്തവണ സർക്കാരിനെ രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ജനങ്ങൾ അവരുടെ എല്ലാ അഭിമുഖവും കാഴ്ചപ്പാടും തയ്യാറാക്കി വച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി കൺസിസ്റ്റന്റായി ഞങ്ങൾ പെർഫോം ചെയ്തു വരുന്നുണ്ട്. ഞങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്ത് അതിനുവേണ്ടി മിഷൻ തയ്യാറാക്കി. ഉപതിരഞ്ഞെടുപ്പുകൾ എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്തോ അതുപോലെയായിരിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പും. പിന്നെ എല്ലാത്തിലും ഉപരി ഇവിടെ ഭരിക്കുന്ന ഒരു സർക്കാർ ഉണ്ടല്ലോ, അത് ജനങ്ങൾക്കുണ്ടാക്കുന്ന പ്രയാസങ്ങൾ ചെറുതല്ലല്ലോ. ജനങ്ങൾ വെറുതെ ഇരിക്കുകയാണോ? ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കണ്ടതല്ല പടം, അത് ട്രെയിലറാ. പടം വരാനിരിക്കുന്നതേയുള്ളൂ. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതുണ്ടാകും. ഓവർ കോൺഫിഡൻസ് ആവാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. കാരണം ആരും എഴുതി ഒപ്പിട്ടിട്ടൊന്നുമില്ല. ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ ചെന്ന് വോട്ട് ചെയ്താൽ തന്നെയേ അത് കിട്ടുകയുള്ളൂ. അവർക്ക് വോട്ടുണ്ട് എന്ന് ഉറപ്പാക്കാനുള്ള പ്രവർത്തനം ഇപ്പോൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ ക്യാമ്പുകൾ അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. SIR-ന്റെ പേരിൽ എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോഴായിരിക്കും അതറിയുക. അത് കരട് പട്ടികയെക്കാളും മോശമായിരിക്കും എന്നും അദ്ദേഹം പറഞ്ഞു.